നമ്മൾ പ്രഗ്നൻ്റ് ആയാലും പ്രീ കൺസെപ്ഷനിലൊക്കെ എല്ലാവരും കഴിച്ചു തുടങ്ങുന്ന ഒരു വൈറ്റമിൻ്റെ ആപ്റ്റാണ് ഫോളിക് ആസിഡ്. അപ്പോൾ ഫോളിക് ആസിഡ് വെറുതെ കഴിക്കുന്നില്ല, അതിനൊത്തിരി ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ ഫോളിക് ആസിഡ് പ്രീ കൺസെപ്ഷനിലും പ്രഗ്നൻസി പീരീഡിലും കഴിക്കുന്നുണ്ട്. ഒത്തിരി അഡ്വാൻറ്റേജ് നമ്മുടെ വളരുന്ന കുട്ടിക്കുണ്ടാകും. അപ്പോൾ ഏറ്റവും കൂടുതൽ പറയുന്നത് നമ്മുടെ ന്യൂറൽ ട്യൂബ് ഡിഫക്ട്സ്, അത് നമ്മുടെ ബ്രെയിനകത്തുണ്ടാകുന്ന വൈകല്യങ്ങളും പിന്നെ നമ്മുടെ സ്പൈനൽ കോഡിലും നട്ടലിനൊക്കെ ഉണ്ട വൈകല്യങ്ങളായ സ്പൈന ബിഫിഡ ഒക്കൾട്ട, പിന്നെ ന്യൂറൽ ട്യൂബ് ഡിഫക്ട്സ്, പിന്നെ ബ്രെയിനകത്തുണ്ടാകുന്ന എൻകെഫലോസിൽ, മൈലോസിൽ, അങ്ങനെയൊക്കെ കുറേ ജനറ്റിക് കുറേ കൺജനിറ്റൽ അനോമലീസ് ഉണ്ട്. അപ്പോൾ ഈ കൺജനിറ്റൽ അനോമലീസൊക്കെ നമ്മൾ പ്രീ കൺസംഷനിൽ, അപ്പോൾ ഡെലിവറി പ്ലാൻ ചെയ്യുന്നതിൻ്റെ ഒരു 3-4 ദിവസം കഴിച്ചു തുടങ്ങുകയാണെങ്കിൽ അതൊക്കെ പ്രിവെൻറ്റ് ചെയ്യാവുന്ന ഒത്തിരി സ്റ്റഡീസൊക്കെ പ്രൂവ് ചെയ്തിട്ടുണ്ട്. പിന്നെ പണ്ടൊക്കെ 3 മാസമായിരുന്നു കൊടുക്കുന്നത്, പക്ഷേ ഇപ്പോൾ ഞാനൊക്കെ ഒരു ത്രൂ ഔട്ട് പ്രഗ്നൻസിയിൽ ഫോളിക് ആസിഡ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫോളിക് ആസിഡിന് ഈ ഡിഫക്റ്റ് മാത്രം പ്രിവെൻറ്റ് ചെയ്യില്ല, ബാക്കി പ്ലാസൻ്റൽ സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യാനും പിന്നെ നമ്മുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനും പിന്നെ നമ്മുടെ ഹാർട്ടിൻ്റെ ഡെവലപ്മെൻറ്റിനൊക്കെ ഫോളിക് ആസിഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്.